കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശിനെ ലോക്കപ്പിലേക്ക് കൊണ്ട് തള്ളുവാണ് എസ് ഐ. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കിടക്കടാന്നും പറഞ്ഞിട്ട് അവനിട്ട് തലങ്ങും വിലങ്ങും അവനിട്ടിട്ട് അടിക്കുവാണ്. ഇത് കണ്ടോണ്ടാ ലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നേ. പ്രകാശം പറഞ്ഞു, സാറേനെ തല്ലല്ലെന്ന് പറയണ. തല്ലിയ നീ എന്ത് ചെയ്യൂടാ, നീ ചെയ്ത് കൂട്ടിയാനൊക്കെ ഇത്രയും പോരാ, ഇതിനപ്പുറം തരണ്ടേന്ന് പറഞ്ഞിട്ട് അവൻ ഇടിച്ച് ഇഞ്ച പരുവാക്കാണ് പ്രകാശനെ. ഇതൊക്കെ കണ്ടോണ്ട് സെല്ലിന് പുറത്ത് ലക്ഷ്മി അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് പറഞ്ഞു, സാറേ അവനെ വെറുതെ വിട്ടുകൂടാ, രണ്ടെണ്ണോടെ അവനിട്ട് അങ്ങോട്ട് കൊടുത്തോളാൻ പറയാണ്. അങ്ങനെ നന്നായിട്ട് പ്രകാശന് കിട്ടുവാണ്. പ്രകാശൻ ആകെപ്പാടെ അവശതയായിപ്പോയി, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. പ്രകാശൻ അവിടെ ഇരുന്നു പോയി. ഈ സമയത്ത് എസ് ഐ പറഞ്ഞു, എഴുന്നേക്കടാന്ന് പറയണം. പ്രകാശനെ അങ്ങ് എഴുന്നേപ്പിച്ച് അങ്ങോട്ട് നിർത്തി. പിന്നീട് ലക്ഷ്മി അമ്മേനെ കണ്ട പ്രകാശന് സഹിച്ചില്ല. പ്രകാശൻ പറഞ്ഞു, നിങ്ങൾ കാരണമല്ലേ, ഒരു കാര്യം നിങ്ങൾ മനസ്സ് വിചാരിച്ചോ. ദേ എല്ലാ സമയം ഞാൻ ഇവിടെ കിടക്കത്തൊന്നുമില്ല, ഞാൻ പുറത്തിറങ്ങും. സാറേ ഈ തല്ലിയനൊക്കെ കണക്ക് പറയേണ്ട വരും. ദേ സാറിന്റെ തൊപ്പി തെറിക്കുമെന്ന് പറയണം. എന്താടാ നീ പറഞ്ഞേ എന്നും ചോദിച്ച് നാളെണ്ണം കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് എസ് ഐ വന്നിട്ട് ലക്ഷ്മിയമ്മോട് പറഞ്ഞു, അതെ മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആയിക്കോളാന്ന് പറയാണ്. ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ഇവനെ പോലെ ഉള്ളവന്മാരെയാണ് പഞ്ഞിക്കിടണ്ടെന്ന് പറയണം. ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് ശരിയാണ്, ഇവനെ വെറുതെ വിട്ടുകൂടെ സാറെന്ന് പറയണം. ഇവനും ഇവന്റെ അമ്മ എല്ലാരും കൂടെ ചേർന്നിട്ടാ എന്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയാം. അതെ മാഡം, ഇവൻ മാത്രമല്ല, ഇവന്റെ മോനുണ്ടല്ലോ, ഇവന്റെ മോനും കുറെ നാൾ ഇവിടെ ജയിലിൽ കിടന്ന അറിയാലോ. രണ്ടും പക്ക ക്രിമിനലുകളാന്ന് പറയണം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ല സാറേ, എന്റെ മോൻ ക്രിമിനലൊന്നുമല്ല, അവന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെട്ട, അതുകൊണ്ടല്ലേ കോടതി അവനെ വെറുതെ വിട്ടേന്ന് ചോദിക്കാം. ഇതൊക്കെ ആരോടാടാ നീ പറയണത്? എന്നോടാ. അവൻ പക്ക ക്രിമിനലാന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. എന്നെ കൂടുതൽ നീ നിന്ന് പ്രസംഗിക്കണ്ട, അറിയാലോ, പ്രസംഗിച്ച നിന്റെ പല്ല് കൊഴിച്ച് താഴെ ഇടുമെന്ന് പറയണം. പിന്നീട് എസ് ഐ കൂടെ ഇറങ്ങിപ്പോണം. ലക്ഷ്മി അമ്മ നല്ല ദേഷ്യമായിരുന്നു. പ്രകാശൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ സെല്ലിന്റെ അടിയിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ലക്ഷ്മി അമ്മ എന്നിട്ട് പറഞ്ഞു, ഒന്നും പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റില്ലടാ പ്രകാശ, നീ കാണിച്ചു വെച്ചേക്കെ. നിനക്ക് ഓർമ്മയുണ്ടോ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, 10-25 വർഷം മുമ്പ് നീ ചെയ്തത് എന്താന്ന് അറിയാലോ. ഒരു പക്ഷെങ്കില് അന്ന് എന്റെ വീട്ടുകാരുടെ കൈ കിട്ടുമായിരുന്നെങ്കിൽ നിന്നെ അന്ന് ജീവനോടെ അവര് കത്തിച്ചാലെന്ന് പറയണം. എന്ത് പറയാനാ, നിന്നെ കുറെ അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താൻ പറ്റിയില്ല, അവസാനം നിന്നെ എന്റെ കൈ കിട്ടുന്നേന്ന് പറയാണ്. ഇത് കിടന്ന് പ്രകാശം പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുക. എന്താ വേണ്ടേന്നോ, നീ ഒന്ന് ആലോചിച്ച് വെക്കേ, ആ പഴയ കാലം ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. പ്രകാശിന്റെ മനസ്സിൽ കൂടെ ആ പഴയ രൂപമൊക്കെ ലക്ഷ്മിയമ്മയോട് പോവാണ്. കാരണം ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ആ കൊച്ചിനെ എടുത്തോണ്ട് പോയതും പിന്നീട് ഓടയുടെ കൊള്ള തള്ളിയതൊക്കെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ നിന്നെ അന്വേഷിച്ച് വീണ്ടും വരത്തില്ലെന്ന്, നിനക്ക് സുഖസുന്ദരമായിട്ട് കിടക്കാന്നോ? നീ ഇവിടെ കിടക്കടാ, ജയിലിൽ കിടന്ന് നീ അറിയിക്കാൻ പറയണം. അയ്യോ എന്റെ കല്യാണം എന്ന് പറയണം. കല്യാണോ? കല്യാണ വേഷത്തിലുള്ള പയ്യൻ കൊള്ളാലോ, നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ വേഷത്തിൽ തന്നെ വേണം നീ കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലാനായിട്ട്. എടാ നീ വീണ്ടും കല്യാണം കഴിക്കാൻ പോവാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാടാ ഞാൻ വന്നേ. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? എല്ലാ കാലം എല്ലാരും പറ്റിച്ച് ജീവിക്കാന്നോ? അതൊക്കെ വെറും നിന്റെ തോന്നല് മാത്രമാ പ്രകാശ. ഇനി നിന്റെ പതനം തുടങ്ങുകയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആരെ നീ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ആരെ കല്യാണം ഇത്രയും നാള് നീ സുഖിച്ചങ്ങോട്ട് ജീവിച്ചു, ഇപ്പൊ ഇത് 3ാമത്തെ കല്യാണമല്ലേ നിന്റെ. നീ ആരെ കല്യാണം കഴിക്കുന്ന നീ പറയണേ? ഒരിക്കലും ആരെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. പ്രകാശം പറഞ്ഞു, ദേ ലക്ഷ്മി. ഓഹോ ലക്ഷ്മിന്ന് ആ പേരൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അപ്പൊ ആ പേരൊന്നും നീ മറന്നിട്ടില്ല അല്ലേന്ന് ചോദിക്കണം. ഇവിടെ കൊടും ക്രിമിനലാടാ, നീ മാത്രല്ല, നിന്റെ അമ്മയും നിന്റെ മകനും എല്ലാരും അങ്ങനെ തന്നെയാ. പക്ഷെ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് ലക്ഷ്മി പറയാണ്. ഈ സമയം രൂപയുടെ അടുത്തേക്ക് കല്യാണി വരുവാണ്. കല്യാണി വന്നിട്ട് പറഞ്ഞു, ദേ എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല, പോലീസ് സ്റ്റേഷനിൽ കയറ്റാനായിട്ടാ ലക്ഷ്മി അമ്മയുടെ മനസ്സിലിരിപ്പം നിനക്ക് അറിയില്ലായിരുന്നു പറയാണ്. ഇത് കേട്ട് രൂപ പറഞ്ഞു, അത് ശരിയാ, നല്ല കാര്യമാണ്, നല്ല അടി തന്നെയല്ലേ പ്രകാശന് കിട്ടിയിരിക്കുന്ന ചോദിക്കണം. അതെ നല്ല അടി തന്നെയാ കിട്ടിയിരിക്കുന്നത്. അല്ല ഇനിയിപ്പോ പ്രകാശൻ ജയിലിലേക്കാണോ? കാർത്തിയേച്ച് ജാമ്യത്തിനെടുക്കാൻ ചെല്ലുമായിരിക്കും. ഒരു പക്ഷേ വേറെ എന്തൊക്കെയോ പ്ലാനുകൾ അവരെ നടത്തിയിട്ടുണ്ട്. ലക്ഷ്മിയമ്മയുടെ മനസ്സ് ആർക്കും പിടികിട്ടുന്നില്ല എന്ന് പറയണ. ഒരു പക്ഷേങ്കില് എന്റെ അമ്മേനെ പോലെ പാവം പിടിച്ച മനസ്സൊന്നുമല്ല, കാരണം പകരത്തിന് പകരം പ്രതികാരം ചെയ്യാൻ തയ്യാറായിട്ടല്ലേ അവരിങ്ങോട്ട് വന്നേക്കെന്ന് പറയണം. ഇത് കേട്ടതും രൂപ, അതൊക്കെ ശരിയാ, കാർത്തിക്കാണെങ്കിലും ലക്ഷ്മിക്കാണെങ്കിലും അവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ കഴിയും. പക്ഷെ അറിയാലോ മോളെ, ആ വിക്രം ഉണ്ടല്ലോ, ആ വിക്രം ഒരു ചതിയന, അവനെ സൂക്ഷിച്ചോണെന്ന് പറയണം. അവൻ അടങ്ങിയിരിക്കത്തില്ല, അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയണം. ഒരു തെറ്റും ചെയ്യാത്ത ആ ആൽബിയുടെ തലയടിച്ച് പറിച്ചവനല്ലേ അവൻ ചോദിക്കണം. അത് ശരിയാമേ,
പക്ഷേങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കിരണേട്ടൻ അവന്റെ ഫോൺ കോൾസ് എല്ലാം ചോർത്താൻ പറഞ്ഞിട്ടുണ്ട്, ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ ഓരോ നീക്കവും നമ്മൾ അറിഞ്ഞിരിക്കും. അവൻ എന്ത് ചെയ്യാൻ പുറപ്പെട്ടാലും അതെല്ലാം മുൻകൂട്ടി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആ കാര്യത്തിൽ ഇനി അമ്മ പേടിക്കണ്ടെന്ന് പറയണം. അത് ശരിയാ മോളെ, എപ്പോഴും അവന്റെ മേലൊരു കണ്ണു വേണം. കണ്ണു വേണമെന്നോ? അവന് എന്റെ അനിയനായി പോയല്ലോ, അത് ഓർത്തിട്ട് മാത്രം എത്താൻ കഴിഞ്ഞാൽ സഹിക്കുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്തിരുന്നേ. പക്ഷെ ഇനി അങ്ങനെ ഒരു ഫേവർ എന്നിൽ നിന്ന് ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇന്നലെ പോലും വളരെ മോശമായ രീതി വെല്ലുവിളികളാണ് നടത്തിയത് എൻ്റെ അമ്മയുടെ അടുത്ത്. എൻ്റെ പ്രകാശൻ എന്ന് പറയുന്ന ആ ദുഷ്ടനച്ഛൻ, അറിയാവോ? ക്ഷേത്രത്തിൽ പോയ സമയത്ത് എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? ആ, വിക്രം കൊള്ളി വെക്കാൻ പോലും അമ്മയ്ക്ക് വരത്തില്ലാന്ന്. അമ്മയ്ക്ക് അതിനകത്തൊരു വിഷമമൊന്നുമില്ല. കാരണം അമ്മ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ അവനിൽ നിന്നും. കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ട് ഭാഷകളൊക്കെയല്ലേ കോടതി വെച്ച് എൻ്റെ അമ്മയെക്കുറിച്ച് അവൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രൂപ പറഞ്ഞു, അത് ശരിയാ, അവൻ അങ്ങനെ വെറുതെ വിടല് മോളെ എന്ന് പറയണം. ഇല്ല, എന്ത് ചെയ്യണം തീരുമാനിച്ചിട്ടുണ്ട്. അവനെ മാത്രല്ല, അവന്റെ ആ വല്യമ്മേനെ അവന്റെ അച്ഛനെ എല്ലാം ഒരു പരുവത്തിലാക്കും. കാർത്തിയേച്ചി ലക്ഷ്മിയമ്മയും കൂടെ കൂടി എന്ന് പറയാണ്. പിന്നെ പോരാത്തിന് ഞങ്ങളും ഒപ്പം ഉണ്ടല്ലോ എന്ന് പറയാം. ഈ സമയം ലക്ഷ്മിയമ്മ നേരെ എസ് ഐയുടെ അടുത്തേക്ക് വന്നു. അതെ, ഒത്തിരി താങ്ക്സ് ഉണ്ട് സാറെന്ന് പറയണ. കുഴപ്പമൊന്നുമില്ല ലക്ഷ്മിയമ്മേ, ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയണ. ദേ, ഇവന്റെ കാര്യത്തിൽ ഇനിയിപ്പം ഞങ്ങൾ നോക്കിക്കോളാം, എന്ത് ചെയ്യണം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. ആകപ്പാടെ തകർന്ന തരിപ്പണമായിട്ട് പ്രകാശം നിൽക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ഈ സമയത്ത് കാർത്തികയുടെ ഫോണിലേക്ക് വിക്രം വിളിക്കുകയാണ്. വിക്രം വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാ. എന്താ വിക്രം, എന്താ കാര്യം? അതെ, അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറയാണ്. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി? എന്തിന്? അതൊന്നും അറിയത്തില്ല ചേച്ചി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആകെപ്പാടെ പ്രശ്നത്തിലായിരിക്കോ? ആണോ? നീ വിഷമിക്കൊന്നും വേണ്ട ചേച്ചി, ഇത് കള്ളക്കേസ് അയച്ചെന്ന് പറയണ. ആഹാ, ആണോ? എന്നാ നീ പേടിക്കാതെ അവിടെ ഇരിക്കുക. കള്ളക്കേസാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഇതിന്റെ പിന്നിൽ ആ കിരണും കല്യാണിയും അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ഇതിന്റെ പിന്നിലെന്ന് പറയണ. നീ ധൈര്യമായിട്ടിരിക്കും വിക്രം, നീ എന്തിനാ പേടിക്കണേ? എന്തിനു വേദിന് നിന്റെ ഈ ചേച്ചി ഇല്ലേന്ന് ചോദിക്കുക. ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോക്കോളാം, ആദ്യം അമ്മേനെ കൊണ്ടുവന്ന് ഹോട്ടലിലാക്കിയിട്ട് വരട്ടെ എന്നൊക്കെ പറയാണ്. പിന്നീട് കാർത്തിക നേരെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പൊ തന്നെ ലക്ഷ്മിയമ്മ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നേ. കാർത്തികനെ കണ്ടതും വല്ലാത്ത സന്തോഷമായി. മോളെ, അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ആക്കിയിട്ടുണ്ടെന്ന് പറയാം. അത് വേണോ അമ്മേ? ഇനി ബാക്കിയായിട്ട് നമുക്ക് പതുക്കെ പതുക്കെ പുറകെ കൊടുക്കല്ലേ നിൽക്കണം. അത് പിന്നെ വേണ്ടേ? ദേ, ഞാൻ സാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, മോള് വരുമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി എന്ന് പറയണം. അറിയാലോ എന്തൊക്കെ എങ്ങനെയൊക്കെ പറയേണ്ടതെന്ന് എല്ലാം എനിക്കറിയാമേ. അമ്മ ധൈര്യമായിട്ടിരുന്നു. അല്ല, അമ്മ പോവണം, ഇവിടെ നിൽക്കണോ? ഇവിടെ നിൽക്കണം. കാരണം മോൾ അവനെ ഇറക്കിക്കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് തമ്മിലൊന്ന് ഏറ്റുമുട്ടുന്നതായിട്ടൊന്നും അഭിനയിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്താ അതിനകത്ത് ത്രില്ലിരിക്കുന്നേ? അത് വേണ്ടേന്ന് ചോദിക്കുക. പിന്നെ വേണ്ടേന്നോ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ലക്ഷ്മിയമ്മ പുറത്ത് വെയിറ്റ് ചെയ്യുക. അങ്ങനെ കാർത്തിക നേരെ എസ് ഐനെ കാണാനായിട്ട് തന്നെ. പിന്നീട് എസ് ഐയോട് പറഞ്ഞു, അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് എന്താണ് കാര്യങ്ങളൊക്കെ എളുപ്പമായി. പിന്നെ അവനെ പോലെയുള്ള ക്രിമിനല് അവൻ കിടക്കണ്ടെന്ന് പറയാണ്. അത് പിന്നെ ഇപ്പം ഞാൻ അയാളെ മോചിപ്പിക്കാനായിട്ട് വന്നതാന്ന് പറയാണ്. അയാൾക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി വന്ന. അതെന്തായാലും നന്നായി, എടുത്തോണ്ട് പൊക്കോ. അവനിട്ടുള്ള അടുത്ത പണി കൊടുക്കാൻ പറയാണ്. പിന്നെ എല്ലാത്തിനും നിങ്ങളോട് ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങളുടെ പരാതി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സങ്കടമായി. അപ്പൊ ഇവനെപ്പോലുള്ള ഒരുത്തനെ ഇങ്ങനെയൊക്കെ വേണം പണി കൊടുക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ആ ചന്ദ്രസേനെ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഞാൻ എൻ്റെ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പുള്ളിക്കാരൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇവന്റെ കാര്യത്തിലും പ്രകാശിന്റെ കാര്യത്തിലും വേണ്ടത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അതുകൊണ്ടാ ഞാൻ എല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്നതെന്ന് പറയണം. ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു, സാറിനൊരു മനസ്താപം ഒന്നും ഇത് വേണ്ട. സാറ് നീതിയുടെ പക്ഷത്താണ് നിൽക്കുന്നേ, സത്യസന്ധയുടെ പക്ഷത്തല്ലേ സാർ നിൽക്കുന്നേ. സാർ അതിന് കള്ളത്തിലൊന്നും കാണിക്കുന്നില്ലോ എന്ന് പറയണം. അത് ശരിയാ, ഞാൻ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലെന്ന് പറയണം. പിന്നീട് കാർത്തിക പറഞ്ഞു, അതെ, ഞാൻ അച്ഛനെ കൊണ്ടാൻ വേണ്ടി വന്നാന്ന് പറയണം. അതിനെന്താ, കൊണ്ടുപോയിക്കോ. പക്ഷെ എനിക്ക് അതിനു മുമ്പ് ആ സെല്ലിൽ കിടക്കുന്ന കാഴ്ച ഒന്ന് കാണണമെന്ന് പറയണം. പിന്നീട് ഒരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് കാർത്തികനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കാർത്തിക സെല്ലിനെ അങ്ങോട്ട് ചെന്നു. കാർത്തിക സെല്ലിനോട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ഇങ്ങനെ തളർന്നു ഊത്തി തറയിൽ ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയാ പ്രകാശന്. കാർത്തികനെ കണ്ടത് എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരു വരണ്ട ചിരി ആ മുഖത്ത് വന്നു. പ്രകാശൻ പതുക്കെ എഴുന്നേക്കാൻ പറ്റില്ല, പ്രാഞ്ചി പ്രാഞ്ചി എഴുന്നേറ്റ് സെല്ലിന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ അഴികൾക്ക് അടുത്തേക്ക് വന്നിട്ട് കാർത്തിക ചോദിച്ചു, മോളെ എന്നെ കള്ളക്കേസ് കുടിക്കിയതാന്ന് പറയണം. സാരമില്ല ചാ, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം. മോളെ, ഇതാ കിരണിന്റെയും കല്യാണിന്റെയും ചതിയാ. മോള് ഇതൊക്കെ വിശ്വസിച്ചോന്ന് ചോദിക്കും. ഇല്ല ചാ, ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല എന്ന് പറയും. അതെ, അമ്മേനെ കൊണ്ട് ഹോട്ടലിലാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാം. മോളെ, ലക്ഷ്മി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കും. അച്ഛാ, അച്ഛൻ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയാണ്.
മോളെ എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ ചതിച്ച. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. അറിയാലോ മോളുടെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമോന്ന് ചോദിക്കുക. എനിക്കറിയാച്ചാ എന്റെ അച്ഛൻ പഞ്ചപാവമാന്ന് എനിക്കറിയാൻ പാടില്ലേ. ഇത് ആളുമാര് ചെയ്ത് ചതിയാ. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയണം. അതെ മോളെ, ഇത് വെറുതെ വിടല്ലേ, നല്ല പണി തന്നെ കൊടുക്കണമെന്ന് പറയണം. അങ്ങനെ പ്രകാശനെ ഇറക്കിക്കൊണ്ട് അവിടെ നിന്ന് കൂടെ പോരണം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ അവിടെ നിൽക്കുന്നു. പിന്നീട് പ്രകാശിനോട് കാർത്തി പറഞ്ഞു, അതെ എനിക്ക് ആ സ്ത്രീനെ ഒന്ന് കാണണം എന്ന് പറയാം. ഏത് സ്ത്രീനെ? ആ നിൽക്കുന്ന സ്ത്രീ കണ്ടോ, അവരാണ് പരാതി കൊടുത്തത്. അല്ല മോൾക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ SI കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയണം. എനിക്ക് അവരെ ഒന്ന് കാണണം എന്ന് പറയണം. അല്ല മോളെ അത് വേണോ? അത് ശരിയല്ല എന്ന് പറയണം. എന്താച്ചാ അവരെ കണ്ട് രണ്ട് വർത്താനം പറയാതെ പോയാൽ എനിക്ക് സമാധാനം വരത്തില്ല. എനിക്ക് ഇപ്പൊ തന്നെ അവരെ കാണണം എന്ന് പറയാണ്. പിന്നീട് നേരെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് എത്തുവാണ്. ലക്ഷ്മി അമ്മ അടുത്ത് ചോദിച്ചു, ഓഹോ അപ്പൊ നിങ്ങൾ കള്ളപ്പരാതി എന്റെ അച്ഛനെതിരെ കൊടുത്തല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ലക്ഷ്മി അമ്മ ചോദിച്ചു, അല്ല നിങ്ങളുടെ ഇവിടെ ആരാ? അല്ല ജാമ്യത്തിൽ ഇറക്കാനായിട്ട് നീ വന്നാണോ? അല്ല അതിന് മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഇയാളുടെ മോളാണോ നീന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ കാർത്തിക ഒരു ഞെട്ടൽ അങ്ങോട്ട് അഭിനയിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഏയ് ഞാൻ മോളൊന്നുമല്ല, പക്ഷെ അതെ എന്റെ അച്ഛന് ഞാൻ മോളെപ്പോലെ തന്നെയാന്ന് പറയണം. മോളെപ്പോലെ തന്നെയല്ലേ, അല്ലാതെ മോളൊന്നും അല്ലോ എന്ന് പറയണം. അല്ല അത് പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ അമ്മയാണ് അച്ഛനും തമ്മിലുള്ള വിവാഹമാണ് നടക്കാൻ പോണെന്ന് പറയും. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ നിന്റെ അമ്മയുടെ കാര്യത്തിനൊരു തീരുമാനമായില്ലേന്ന് ചോദിക്കുക. ഇവനെ കുറിച്ച് വല്ലതും അറിയാഞ്ഞിട്ടാണോ? ഇവന്റെ ഒരു കല്യാണ പേരിനാ, ഇത് 3ാമത്തെ കല്യാണം അവൻ കഴിക്കാൻ പോണെന്ന് പറയണം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, മോളെ ഇതൊന്നും നീ വിശ്വസിക്കില്ല, അവൻ പക്ക കള്ളത്തരാ പറയണേ. അല്ല അവര് പക്ക കള്ളത്തരാ പറയണേ, മോള് ഇതൊന്നും വിശ്വസിക്കില്ലെന്ന് പറയണം. പെട്ടെന്ന് തന്നെ ലക്ഷ്മിയമ്മ പറഞ്ഞു, എടാ കള്ളത്തരോ? ആരുടെ കള്ളത്തരം പറഞ്ഞേ? 10-25 വർഷം മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കടാന്ന് പറയണം. നീ ഇതൊക്കെ പറയുള്ളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം. പെട്ടെന്ന് തന്നെ കാർത്തിക പറഞ്ഞു, അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്തിനാ അച്ഛനെ ഇങ്ങനെ ഉപദ്രവിക്കണമെന്ന് ചോദിക്കുകയാണ്. ഉപദ്രവിക്കുന്ന എന്താന്നോ? ഉപദ്രവം ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. അറിയാലോ ഇത്രയും കാലം എനിക്ക് ഇവന്റെ പുറകെ നടക്കാൻ സമയമില്ലായിരുന്നു, കേസും കോടതിയൊക്കെ ആയിട്ട്. പക്ഷെ ഇനി അങ്ങനെയല്ല, ഇപ്പൊ എന്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞു. ഞാൻ ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയും എന്റെ അച്ഛനും നമ്മളെ കല്യാണം നടക്കുമെന്ന് പറയണം. ആണോ? അതൊന്നും നടന്നു കാണട്ടെ. അതെ ഇവൻ എവിടെ പോയാലും ഇവന്റെ പുറകെ ഞാനുണ്ടാവും. ഇവനെ ഞാൻ കോടതി കയറ്റും, ഇവനെ ജയിലഴികൾക്കുള്ളിലേക്ക് ഞാൻ വിടും. അധികം വൈകാതെ തന്നെ ആ സംഭവം നടക്കുമെന്ന് പറയണം. ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു, പിന്നെ ഇന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു, ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു, അതെ ഞാൻ തന്നെ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറയണം. പ്രകാശനാണ് എന്ത് ചെയ്തെന്ന് ചെയ്യുന്നിടത്തില്ല. പ്രകാശൻ പറഞ്ഞു, ബാമോടെ നമുക്ക് പോവാം, ഇവരോട് അധികം സംസാരിക്കണമെന്ന് പറയണം. രേഷ്മ പറഞ്ഞു, എന്താടാ നിനക്ക് എന്താടാ പേടിയാണെന്ന് ചോദിക്കും. അല്ല നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പേര് ലക്ഷ്മി എന്നാണല്ലോ കേട്ടല്ലോ. എന്താണേലും ആ ലക്ഷ്മിനെ എനിക്കൊന്ന് കാണണം. ഇവരുടെ അമ്മേനെ കണ്ടിട്ട് തന്നെ കാര്യം. അവരിത് എന്ത് ഭാവിച്ചാന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കണമെന്ന് പറയണം. ഇത് കേട്ടതും ഒരിടുത്തി തലേ വീണ അവസ്ഥയായിപ്പോയി പ്രകാശന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി എങ്ങാനും ഇവർ ലക്ഷ്മിനെ കണ്ട തന്റെ കല്യാണം മുടങ്ങുമല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.